സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ഇടതനുകൂല സംഘടന ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മെഡിക്കൽ കോളേജിൽ നടക്കുന്ന അനധികൃത നിയമനത്തിന് എതിരെയായിരുന്നു പ്രതിഷേധം. മെഡിക്കൽ കോളേജിലെ PMSSY ബ്ലോക്കിലേക്ക് നഴ്സുമാരെ ഏജൻസി വഴി നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് KGNAയുടെ പ്രതിഷേധം. PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ പിൻവാതിൽ നിയമനം നടത്താനുള്ള ഇടതു സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. ഇടതു തൊഴിലാളി സംഘടനയായ CITU സംസ്ഥാന കമ്മിറ്റി അംഗം N ഗിരീഷാണ് സർക്കാരിനെതിരായ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തത്. രോഗി പരിചരണത്തിന്റെ ഗുണനിലവാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും 24 മണിക്കൂറും കണ്ണിമ ചിമ്മാതെ ആ രോഗിക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനുകളാണെങ്കിലും ഫ്ലൂയിഡ്സ് ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെയാണ് നഴ്സുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ മാത്രമാണ് രോഗിയുടെ ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനത്തിൽ കൂടെ പോകുമ്പോൾ ഇത്തരത്തിൽ പുറം കരാർ നിയമനം വന്നാൽ ആ നഴ്സിംഗിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. PSCയുടെ മുഖേന വരുന്ന ആളുകൾക്കുള്ള ക്വാളിറ്റി അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് കൂടി നമ്മൾ PSC നിയമനങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. കൃത്യമായിട്ട് നഴ്സിംഗിൻ്റെ ക്വാളിറ്റി നമ്മുടെ കേരളത്തിൻ്റെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുമാറ് നല്ല രീതിയിൽ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. നിയമനം ഏജൻസിക്ക് വിടാനുള്ള തീരുമാനത്തിനെതിരെ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. നിയമന നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം. കഷ്ടപ്പെട്ട് പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെത് എന്ന വിമർശനമാണ് ശക്തമാകുന്നത്. ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്ററെ, ഹെൽത്ത് മിനിസ്റ്ററൊക്കെ ഞങ്ങൾ കണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ചതാണ്. ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞങ്ങൾക്ക് തന്നെ തരണം, ഞങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നതിന് മുന്നേ തന്നെ അത് തരണമെന്ന അപേക്ഷ ഞങ്ങൾ ഒരുപാട് കൊടുത്തതാണ്. അങ്ങനെ അത്രയേറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. ഈ ലിസ്റ്റ് ഇത് ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ. അവസാനം ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയപ്പം അത് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് ഞങ്ങളെ അതിനോട്ട് തീരെയും പരിഗണിക്കാത്തൊരവസ്ഥയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് ഏറെ വിഷമമുണ്ട്, അതുപോലെ നിരാശയാണ്. കാരണം ഒരുപാട് പേരുടെ ഏജ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഒരു എക്സാം എഴുതാൻ പറ്റത്തില്ല. നിയമനം ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട് സർക്കാർ മെയ് 21 ഇറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് പ്രധാന ആവശ്യം. താൽക്കാലിക നിയമനം നിർത്തിവെച്ച് നിയമനം PSCക്ക് വിടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് KGNAയുടെ തീരുമാനം. ജനം, കോഴിക്കോട്.